Zion Medical College Hospital, Adur, Pathanamthitta. എൻ്റെ പേര് ഡോക്ടർ മാഹിം. ഞാൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ എമർജൻസി ഫിസിഷ്യനാണ്. ഓക്കെ, സ്ട്രോക്ക് എന്താണ്? സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിലോട്ടേക്ക് രക്തക്കുഴലിൽ ബ്ലോക്ക് വരെയോ അല്ലെങ്കിൽ രക്തക്കുഴലിൽ പൊട്ടുകയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പം ബ്രെയിൻ്റെ ആ ഭാഗത്തേക്ക് ഓക്സിജൻ കിട്ടാതെ ബ്രെയിൻ സെൽസ് ഡാമേജ് ആവാൻ തുടങ്ങും. അപ്പം ഇതിൽ നിമിഷ നേരം കൊണ്ടായിരിക്കും ഡാമേജ് സംഭവിക്കുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ടൈം ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. സ്ട്രോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ സ്ട്രോക്ക് എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ പുറത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സ്ട്രോക്ക് വരികയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന്, നമുക്ക് ഫാസ്റ്റ് എന്നുള്ള രീതി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫാസ്റ്റ് ലൈഫ് ഫേഷ്യൽ ഡ്രൂപ്പിംഗ്, അതായത് ഒരു സൈഡ് ഓഫ് ദ ഫേസ് ഡ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ താഴോട്ടേക്ക് വരിക അല്ലെങ്കിൽ ചുണ്ട് കോടുക എന്ന് പറയാം. അടുത്തത് എ, ആം ഡ്രിഫ്റ്റ്, ആളുടെ 2 കൈ നീട്ടാൻ പറയുക, ഒരു കൈ താഴോട്ടാവും. പിന്നെ എസ്, സ്ലറിങ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ സംസാരത്തിന് ഒരു കുഴച്ചിൽ പോലെ. പിന്നെ ടി, ടൈം ടു ആക്ട്, അതായത് നമ്മൾ എമർജൻസി റെസ്പോൺസിന് അല്ലെങ്കിൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ PRO അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുക. വൺസ് നിങ്ങൾ ഫാസ്റ്റ് വെച്ച് സ്ട്രോക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പേഷ്യൻറ്റിനെ കാമായിട്ട് വെക്കുക, പേഷ്യൻറ്റിനെ ഒരു സൈഡിൽ ചരിച്ച് കിടത്തുക. ഇപ്പോൾ പേഷ്യൻറ്റ് ഛർദ്ദിക്കാൻ തോന്നുക അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെക്രീഷൻ ഓറൽ ക്യാവിറ്റി നിറയാതിരിക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ടേക്ക് ചരിച്ച് കിടത്തുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യം, പേഷ്യൻറ്റ് വെള്ളം കുടിക്കാനോ ഭക്ഷണം കൊടുക്കാനോ പാടില്ല, ഒരു മെഡിസിൻസ് കൊടുക്കാൻ പാടില്ല. പിന്നെ പേഷ്യൻറ്റ് നടത്തിക്കാതെ നോക്കുക. എമർജൻസി റെസ്പോൺസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആംബുലൻസിനെ അറിയിച്ച് നിയറസ്റ്റ് ഹോസ്പിറ്റലിലോട്ടേക്ക് വരും. പിന്നെ ടൈം ഓഫ് ഓൺസെറ്റ് അറിഞ്ഞു വെച്ചിരിക്കുക, കാരണം ഡോക്ടേഴ്സിന് അത് വെച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ആക്ട് ഫാസ്റ്റ്, recognize symptoms, respond immediately and inform the nearest stroke center. Thank you.